നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണിത്. അപ്പോൾ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിലവിൽ അവർ കുറച്ച് ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആഡ് അവർ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആഡിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അവർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജാണ്. അപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് പേജ് വഴി അവർ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ആഡ് നൽകിയിരുന്നു. മാത്രമല്ല ഇന്ന് അതേ ആഡ് തന്നെ അവർ വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആഡിൽ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് അവർ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നിലവിൽ നടത്തുവാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ആഡ് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്. അപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇല്ലെങ്കിൽ ഈ കാണുന്ന നോട്ടിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ആഡിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. നിങ്ങൾക്ക് അവിടെ നിന്നും ആ നോട്ടിഫിക്കേഷൻ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് പോസ്റ്റുകളാണ് ഇവർ നിലവിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. രണ്ടിലും ഒരേ ഡീറ്റെയിൽസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആഡ് വിശദമായി പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു ആഡ് നമുക്ക് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ വന്ന ഈ ഒരു പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നൽകിയിട്ടുണ്ട്, അതായത് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണിത്. ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ടെമ്പററി അല്ലെങ്കിൽ കോൺട്രാക്ട് അല്ലെങ്കിൽ ഡെയിലി വേജ് ബേസിസിലാണ് ഈ ഒരു പറയുന്ന പോസ്റ്റുകളിലേക്ക് അവർ നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ പീരീഡും കാര്യങ്ങളൊന്നും ഇവിടെ നൽകിയിട്ടില്ല. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് അവർക്ക് ആളുകളെ ആവശ്യമെന്നുള്ള കാര്യങ്ങൾ തൊട്ട് താഴെയായി തന്നെ നൽകിയിട്ടുണ്ട്. ഏകദേശം 6 പോസ്റ്റുകളിലേക്കാണ് അവർക്ക് ആളുകളെ ആവശ്യം. അതിൽ ആദ്യത്തെ സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. 30 ഒഴിവുകളാണ് നിലവിലുള്ളത്. BSc നഴ്സിംഗോ അല്ലെങ്കിൽ GNMO പാസ്സായി 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന സ്റ്റാഫ് നഴ്സ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല കേരള രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്നുള്ള കാര്യവും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ കേരള രജിസ്ട്രേഷനുള്ള BSc നഴ്സിംഗോ അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗോ കഴിഞ്ഞ 1 വർഷത്തെ എക്സ്പീരിയൻസ് കൂടിയുള്ള ആളുകൾക്ക് ഈ പറയുന്ന സ്റ്റാഫ് നഴ്സ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. 30 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. 4 ഒഴിവുകളാണ് നിലവിലുള്ളത്. B ഫാമോ അല്ലെങ്കിൽ D ഫാമോ പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന ഫാർമസിസ്റ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. കേരള രജിസ്ട്രേഷൻ ഇവർക്കും നിർബന്ധമാണ് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അടുത്ത ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. 2 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഡയാലിസിസ് ടെക്നോളജിയിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഡയാലിസിസ് ടെക്നോളജിയിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. അടുത്ത AC മെക്കാനിക് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. 1 ഒഴിവാണ് നിലവിലുള്ളത്. അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ ITIയോ അല്ലെങ്കിൽ പോളിടെക്നിക്കോ അല്ലെങ്കിൽ ITC ഡിപ്ലോമയോ ഈ പറയുന്ന ട്രേഡിൽ നിങ്ങൾ പാസ്സായിരിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ITI അല്ലെങ്കിൽ പോളിടെക്നിക്കോ അല്ലെങ്കിൽ ITC ഡിപ്ലോമയോ ഈ പറയുന്ന AC മെക്കാനിക് ട്രേഡിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന AC മെക്കാനിക് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറയുന്ന AC മെക്കാനിക്കിന് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഈ പറയുന്ന AC മെക്കാനിക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. 1 വേക്കൻസിയാണ് നിലവിലുള്ളത്. അടുത്ത വാർഡ് ബോയ്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. 1 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 7ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള ആളുകൾക്ക് ഈ പറയുന്ന വാർഡ് ബോയ്സ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 7ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന വാർഡ് ബോയ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ ഒഴിവ് കൂടിയുണ്ട്. അതിനും വേണ്ട ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് ആണ്. അപ്പോൾ 7ാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന സെക്യൂരിറ്റി ഗാർഡ് അതുപോലെ തന്നെ വാർഡ് ബോയ് എന്നീ പറയുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. ഇത്രയും പോസ്റ്റുകളിലേക്കാണ്, അതായത് ഏകദേശം 39ഓളം ഒഴിവുകളാണുള്ളത്. സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, AC മെക്കാനിക്, വാർഡ് ബോയ്, സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുക. അപ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ്ബുക്ക് പേജിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് അവിടെ നിന്ന് പരിശോധിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അത് ഓൺലൈനായിട്ട് തന്നെ, അതായത് ഇമെയിൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷാ ഫീസ് മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങളപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽ ആയ നിങ്ങളുടെ റെസ്യൂം, നിങ്ങളുടെ കയ്യിലുള്ള ബയോഡാറ്റ അല്ലെങ്കിൽ റെസ്യൂം നിങ്ങൾ ഈ പറയുന്ന ഇമെയിൽ IDയിലേക്ക് അയക്കേണ്ടതുണ്ട്. അപ്പോൾ റെസ്യൂം മാത്രം അയച്ചാൽ പോരാ. റെസ്യൂമിനോടൊപ്പം നിങ്ങളുടെ കൈവശമുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ, നിങ്ങളുടെ കൈവശമുള്ള സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ, നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ കൂടി ഈ പറയുന്ന റെസ്യൂമിനോടൊപ്പം നിങ്ങൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഈ പറയുന്ന ഇമെയിൽ IDയിലേക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇത് പറഞ്ഞത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ക്ലാസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയുള്ള നിങ്ങളുടെ കൈവശമുള്ള ഇതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ കൂടി റെസ്യൂമിനോടൊപ്പം നിങ്ങൾ
അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഈ പറയുന്ന ഇമെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങളത് സെൻഡ് ചെയ്യേണ്ടത്. മാത്രമല്ല അത് ഡിസംബർ 3 വൈകുന്നേരം 5 മണിക്ക് മുന്നേ തന്നെ നിങ്ങൾ ഈ പറയുന്ന ഡീറ്റെയിൽസ്, ഈ പറയുന്ന കോപ്പികൾ നിങ്ങൾ അവർക്ക് അയച്ചു നൽകേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് പോസ്റ്റിലായിട്ടും അയക്കാം, അല്ലെങ്കിൽ ഇമെയിൽ വഴിയും അയക്കാവുന്നതാണ്. അപ്പോൾ പോസ്റ്റിലായിട്ട് അയക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു ഇമെയിൽ വഴി അയക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാവർക്കും എളുപ്പം. അപ്പോൾ പോസ്റ്റിലായിട്ട് അയക്കുന്നവരാണെങ്കിൽ ഈ ഒരു അഡ്രസ്സിലേക്കാണ് അത് അയക്കേണ്ടത്. ദി ജനറൽ മാനേജർ, തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, തലശ്ശേരി 1 എന്നൊരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഫോർവേഡ് ചെയ്യേണ്ടത്. ഇനി അതല്ലെങ്കിൽ താഴെ ഒരു ഇമെയിൽ ഐ ഡി അവർ നൽകിയിട്ടുണ്ട്. coophospital@gmail.com എന്ന് പറയുന്നൊരു ഇമെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ ഇത് ഫോർവേഡ് ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു ഇമെയിൽ അഡ്രസ്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പോസ്റ്റിലായിട്ടാണ് അയക്കുന്നതെങ്കിൽ ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു കവറിന് പുറത്ത് മെൻഷൻ ചെയ്യണം. അപ്പോൾ പോസ്റ്റിലായിട്ടല്ല ഇമെയിലായിട്ടാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾ എഴുതുക അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, പറഞ്ഞ് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ ആ ഒരു പോസ്റ്റിൻ്റെ പേര് ആ ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾ എഴുതണം. എന്നിട്ട് വേണം ഈ പറയുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഈ പറയുന്ന കാര്യങ്ങൾ, റെസ്യൂമും നിങ്ങളുടെ കൈവശമുള്ള സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും നിങ്ങൾ അയക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ 2 നമ്പറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ 0490234000 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. പിന്നെ അവരുടെ HR ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഫോൺ നമ്പർ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് 049023407330 എന്ന് പറയുന്നൊരു HR നമ്പർ കൂടി ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ കഴിയും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പോസ്റ്റിലായിട്ട് അയക്കുന്നതിനേക്കാൾ നല്ലത് ഈ പറയുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുകയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ആളുകൾ, അപ്പോൾ 7ാം ക്ലാസ് പാസ്സായവർക്ക് വാർഡ് ബൈ തന്നെ സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് കഴിഞ്ഞ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. B.Pharm അല്ലെങ്കിൽ D.Pharm കഴിഞ്ഞ കേരള രജിസ്ട്രേഷൻ കയ്യിലുള്ള ആളുകൾക്ക് ഫാർമസിസ്റ്റ് പോസ്റ്റിലേക്കും അപേക്ഷിക്കാം. ഡയാലിസിസ് ടെക്നീഷ്യന് വേണ്ട ക്വാളിഫിക്കേഷൻ ഡയാലിസിസ് ടെക്നോളജി ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത്തരത്തിൽ AC മെക്കാനിക്കിന് ITI അല്ലെങ്കിൽ പോളിടെക്നിക് അല്ലെങ്കിൽ ITC ഡിപ്ലോമ, ഈ പറയുന്ന AC മെക്കാനിക് ട്രേഡിൽ ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക്, അതായത് ക്വാളിഫിക്കേഷൻ ആളുകൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷനിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് നൽകുക. കാരണം അപേക്ഷ ഫീസോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരുടെയും കയ്യിൽ നിന്ന് മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റെസ്യൂമും നിങ്ങളുടെ കൈവശമുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ സഹിതം വേണം നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമെയിൽ ആണെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റിൻ്റെ അവിടെ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു പോസ്റ്റ് അവിടെ മെൻഷൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ പോസ്റ്റിലായിട്ടാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾ അയക്കുന്ന കവറിന് പുറത്ത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വേണം നിങ്ങൾ ആ ഒരു അഡ്രസ്സ് എഴുതുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.